61 കൊല്ലം സുഹൃത്തായി കൊണ്ടു നടന്നു മഹാനായ സിദ്ദീഖ് തങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 63 കൊല്ലം. ആ കൂട്ടുകാരന്റെ മോളാണ് മുത്തുനബിയുടെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അതൊരു ഉച്ചമയക്കത്തിന്റെ സമയമാണ്, ഖൈലൂലത്തിന്റെ സമയം എന്ന് പറയും. ഒരൽപ്പം ഉറങ്ങുന്ന, വിശ്രമിക്കുന്ന സമയം. മുത്തുനബി തങ്ങൾ വീട്ടിലേക്ക് വന്നു, വാതിൽക്കൽ മുട്ടി. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാതിൽ പഴുതിലൂടെ നോക്കുമ്പോ ആരാ ഈ നേരത്ത്? പാതിര നേരത്ത് അങ്ങനെ ആരും വരില്ലല്ലോ, അതുപോലെ നട്ടുച്ച നേരത്തും അങ്ങനെ ആരെയും ബുദ്ധിമുട്ടാക്കില്ലെന്ന് അന്നത്തെ രീതി അങ്ങനെയാണ്. ഉച്ച കഴിഞ്ഞാൽ ഗൾഫിലൊക്കെ കാണില്ലേ, ഉച്ച നേരത്തെ ഒരു ഷോപ്പൊക്കെ അടച്ചിട്ടിട്ട് ഒരു അസറോടുകൂടെ തുറക്കുക, ഒരു വിശ്രമത്തിന്റെ സമയമാണ്. അസമയത്ത് നബിയെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ് എന്നവരെ, ഉരീദുക ഫീ അംർ, എനിക്ക് നിങ്ങളോട് സ്വകാര്യം പറയാനുണ്ട്. സിദ്ദീഖ് എന്നവരെ, ഒരു സ്വകാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഉരീദുക ഫീ അംർ, നബി തങ്ങളെ വീട്ടിലേക്ക് കടന്നോളൂ നബിയെ, എന്റെ വീട് നിങ്ങളുടെ വീടാണ്, കടന്നോളൂ നബിയെ വീട്ടിലേക്ക്. നബി തങ്ങൾ പറഞ്ഞു, അല്ല സിദ്ദീഖേ, നിങ്ങൾ എന്ത് ചെയ്യാ, ഇങ്ങോട്ട് പുറത്തേക്ക് വരും, എനിക്കൊരു സ്വകാര്യം നിങ്ങളോട് പറയാനുണ്ട്. വീട്ടിനകത്താകുമ്പോ പലരത് കേൾക്കൂലേ, എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട്, നിങ്ങളിങ്ങ് പുറത്തു വരും. അന്നേരം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, ഹും അഹ്ലുക യാ റസൂലല്ലാഹ്, നബിയേ ഇതങ്ങയുടെ കുടുംബമല്ലേ നബിയേ, അങ്ങയുടെ കുടുംബമല്ലേ നബിയേ. അന്ന് ആയിഷ ബീവിയെ നബി തങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല, ഒന്ന് ആലോചിക്കണം. ഹും അഹ്ലുക യാ റസൂലല്ലാഹ്, എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ കുടുംബവും അങ്ങയുടെ കുടുംബം പോലെ തന്നെ അല്ലേ നബിയേ. അങ്ങ് ഞങ്ങളുടെ വാപ്പയും അങ്ങയുടെ ഭാര്യമാർ ഞങ്ങളുടെ ഉമ്മമാരുമല്ലേ നബിയേ. ഹും അഹ്ലുക യാ റസൂലല്ലാഹ്, എന്ത് സ്വകാര്യവും ഈ വീട്ടിൽ പറയാമല്ലോ നബിയെ, അങ്ങയുടെ വീട്ടുകാരത് പുറത്തുവിടൂലല്ലോ, ഇത് അങ്ങയുടെ വീടല്ലേ നബിയെ, കടന്നു വന്നോളൂ. അവിടെ ആരാണുള്ളത്? ചെറുപ്പക്കാരിയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹയാണുള്ളത്, ആയിഷ ബീവിയാണുള്ളത്. ആയിഷ ബീവിയാണ് വീട്ടിലുള്ളത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്തെങ്കിലും ഹബീബ് പറയുന്ന സ്വകാര്യം കേൾക്കുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്യുമെന്ന് നബിയെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്റെ ആയിഷ ബീവി ഇത് ചെയ്യില്ല നബിയെ, എന്റെ മക്കളെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നത് അങ്ങനെയാണ്, എന്റെ മക്കളിലൂടെ ഒരു പ്രയാസവും അങ്ങേക്ക് വരില്ല നബിയെ, അതുകൊണ്ട് അകത്തേക്ക് വന്നോളൂ നബിയെ, സ്വകാര്യം ഇവിടുന്ന് പറയാം. അതാണ് തർബിയത്ത് കിട്ടിയ വീടിന്റെ അവസ്ഥ. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തർബിയത്ത് ചെയ്തുകൊണ്ടുവന്ന ഹബീബിന്റെ തസ്കിയത്ത് കിട്ടിയ ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ ആ വീട്ടുകാർ രഹസ്യം സൂക്ഷിക്കുന്നവരാണ്, ആ വീട്ടുകാർ സംസ്കാരമുള്ളവരാണ്. ആ വീട്ടുകാരിൽ നിന്ന് നാട്ടുകാർക്കോ മറ്റോ അരുതാത്തതും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തതും കേൾക്കേണ്ടി വരികയില്ല, കാണേണ്ടി വരികയില്ല. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന വീടാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്. അവിടെ കയറി ചെന്നപ്പോഴാണ് സിദ്ദീഖ് എന്നവരെ, ഇന്നഹു ഉദിന ലീ ഫിൽ ഹിജ്റ, എനിക്ക് ഹിജ്റ ചെയ്യാൻ അല്ലാഹു തആല അനുമതി നൽകിയിട്ടുണ്ട് സിദ്ദീഖേ, നമുക്ക് പോകാം മദീനയിലേക്ക് പോകാം. ആ മദീനയിലേക്കുള്ള യാത്ര വളരെ ഒരു ഹിഡൻ, എന്താ പറയാ, അള്ളാഹുവിന്റെ ഒരു തീരുമാനം, നിബിധങ്ങൾ നടത്തുന്ന ഒരു മിഷൻ. ശത്രുക്കൾ അറിഞ്ഞുപോയാൽ ജീവൻ അപകടത്തിലാണ്. എന്നിട്ട് പോലും ജീവൻ പോലും നഷ്ടപ്പെടുമാർ ഗൗരവമുള്ള ഒരു വിഷയമാണ് സ്വന്തം വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂലിന് പറയേണ്ടി വന്നത്. എന്നാൽ ആ വീട്ടിനുള്ളിലെ ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വകാര്യം പരസ്യപ്പെടുത്തുന്നവരല്ല, നിബിധങ്ങളെ വേദനിപ്പിക്കുന്നവരല്ല, അള്ളാഹുവിന്റെ ഹബീബിന് ഇഷ്ടപ്പെടാത്തത് അവരാരും പറയുക പോലുമില്ലല്ലോ. അതുകൊണ്ട് ഹും അഹ്ലുക യാ റസൂലല്ലാഹ്, നബിയേ ഇതങ്ങയുടെ വീട് തന്നെയല്ലേ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമ്മുടെ വീടിനെ പറ്റി നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? ഹബീബ് നമ്മുടെ വീട്ടിലേക്ക് വരികയാണെന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ പരിശുദ്ധമായ പൂമുഖം, ആ പരിശുദ്ധമായ പൂനിലാവുള്ള മുഖം ചന്ദ്രനേക്കാളും
മറ്റെന്നേതിനേക്കാളും ശോഭയുള്ള ഹബീബ്, അജ്മലു ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടികളെ വെച്ച് ഏറ്റവും സൗന്ദര്യമുണ്ടായിരുന്ന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരത്യാവശ്യ സ്വകാര്യ വിഷയം നമ്മുടെ വീട്ടിലേക്ക് വന്ന് പറയാൻ ഹബീബ് കടന്നു വരുന്നു എന്ന് സങ്കല്പിച്ചാൽ, ഹബീബ് കടന്നു വരാൻ ഇഷ്ടപ്പെടുന്ന വീടായിരിക്കുമോ നമ്മുടെ വീട്? നബി തങ്ങൾ വരുമ്പോ ഹബീബിന് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ആ വീട്ടിൽ കയറി വരുമ്പോ കാണേണ്ടി വരുമോ? ഹബീബ് പാടില്ല എന്ന് പറഞ്ഞത് എന്തെങ്കിലും അവിടെ തൂങ്ങിക്കിടക്കുന്നുണ്ടോ? ഹബീബ് നിങ്ങൾ വീട്ടിനകത്തേക്ക് കൊണ്ടുവരല്ലേ എന്ന് പറഞ്ഞത് എന്തെങ്കിലും അവിടെ മൂടിവെച്ചിട്ടോ അല്ലാതെയോ കിടക്കുന്നുണ്ടോ? ഹബീബിന് ഇഷ്ടപ്പെടുന്ന ആളുകളാണോ വീട്ടിലെ മെമ്പർമാർ? നബിയേ, ഇതങ്ങയുടെ വീട്ടുകാരെ പോലെ എന്ന് കരുതിയാൽ പോരെ നബിയേ എന്ന് പറയാൻ ശുദ്ധീകരങ്ങൾ ധൈര്യപ്പെട്ട പോലെ ഒരു മുസ്ലിം വീട്ടിൽ നിന്ന് ധൈര്യപ്പെടാൻ കഴിയുമോ? അവിടെയാണ് നമ്മൾ ആരംഭിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, സലാമത്തുർ റജുലി ഫിൽ ഫിത്ന അൻ യൽസമ ബൈതഹ്. സലാമത്തുർ റജുലി ഫിൽ ഫിത്ന, ഫിത്നകൾ ഉണ്ടാകുന്ന കാലം, മനുഷ്യന്റെ ഈമാനിനെ തുളച്ചു കയറുന്ന വിഷയങ്ങൾ ചുറ്റുപാടുകളിൽ നടക്കുന്ന കാലം, മനുഷ്യന്റെ മനസ്സിൽ കിടക്കുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ഏതെങ്കിലും ഒരു തെരുവ് പ്രസംഗം കേൾക്കുമ്പോഴേക്കും, ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന്റെ, ഏതെങ്കിലും ഒരു പ്രസ്ഥാനക്കാരന്റെ, ഏതെങ്കിലും ഒരു പാർട്ടിക്കാരന്റെ ഏതെങ്കിലും ഒരു കമന്റ് കേൾക്കുമ്പോഴേക്കും പടച്ച തമ്പുരാനിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന വിധം നിരീശ്വരവാദം പിടിപ്പിക്കുന്ന പോലെ മനസ്സിനുള്ളിലേക്ക് തിന്മകളെ സംബന്ധിച്ച് ചിന്തിപ്പിക്കുന്ന ചിത്രങ്ങൾ, ചിന്തകളിൽ മാലിന്യം വിതറുന്ന പരസ്യങ്ങൾ, ചിന്തകളെ മലീമസമാക്കിക്കൊണ്ടിരിക്കുന്ന പ്രസിദ്ധീകരണങ്ങൾ, ഈ രീതിയിൽ ചുറ്റുപാടുകൾ മലിനമാകുന്ന സമയത്ത് സലാമത്തുർ റജുലി ഫിൽ ഫിത്ന, ഫിത്നകൾ ഉണ്ടാകുന്ന കാലം ഒരു മനുഷ്യന്റെ രക്ഷ അയ്യൽസമ ബൈതഹ്, ഒരു മനുഷ്യൻ സ്വന്തം വീട്ടിനുള്ളിൽ ഒതുങ്ങിയിരിക്കലാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാലം ഇനി വിദൂരമാണോ? സലാമത്തുർ റജുൽ, ഒരു മനുഷ്യന്റെ സുരക്ഷ. വീട്ടിലിറങ്ങിയാൽ പ്രശ്നമാണ്. വീടിനകത്തേക്ക് പുറം ലോകം ഡയറക്റ്റ് ഇടപെടുന്ന സംവിധാനങ്ങൾ നമ്മുടെ വീടുകൾക്കുള്ളിൽ ആസന്നമായ കാലം. നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ എത്രയോ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ. മാഷാ അല്ലാഹ്, അല്ലാഹുവർക്കൊക്കെ സൽക്കർമ്മത്തിന്റെ പ്രതിഫലം നൽകട്ടെ. നന്മകൾ കേൾക്കുകയും അറിയുകയും ചെയ്തതിന്റെ കൂലി, ദഅവത്ത് ചെയ്തു കൊടുക്കുന്നതിന്റെ കൂലി എമ്പാടും അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു വശത്തങ്ങനെ, തൊട്ടിപ്പുറത്ത് അതേ മീഡിയം, അതേ സംവിധാനം, ആ സംവിധാനം ഉപയോഗിച്ച് തിന്മകൾക്ക് വേണ്ടി ഉപയോഗം നടക്കുകയും തിന്മകളിലേക്ക് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പ്രലോഭിപ്പിക്കുവാനുള്ള ദുഷിച്ച ചിന്തകളുമായ ആളുകൾ ഈ മീഡിയം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ സലാമത്തുർ റജുൽ, ഒരു മനുഷ്യന്റെ സുരക്ഷ കടക്കുന്ന എവിടെയാണ്? സ്വന്തം വീട്ടിനുള്ളിൽ കയറിയിരിക്കുമ്പോഴോ വീടിനുള്ളിൽ അടങ്ങിയൊതുങ്ങി നിൽക്കലാണ്, പുറത്തിറങ്ങാതെ നിൽക്കലാണ് ഒരു മനുഷ്യന്റെ രക്ഷയുടെ വീട് എന്ന്, രക്ഷയുടെ മാർഗമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ വീട്ടിനുള്ളിൽ തന്നെ അയ്യൽസമ ബൈതഹ്, വീട്ടിനുള്ളിലാണ് മനുഷ്യന്റെ സമാധാനം എന്ന് പറഞ്ഞപ്പോ ആ വീട് പോലും സമാധാനം നഷ്ടപ്പെടുത്തുന്നതായി മാറുകയാണെങ്കിൽ പിന്നെ മനുഷ്യൻ എവിടേക്കാണ് പോവേണ്ടത്? എവിടേക്ക് പോകും? വീട്ടിനുള്ളിൽ തിന്മ നടക്കുകയാണെങ്കിൽ വീടുകൾ ഒരു 5 സ്റ്റാർ ഹോട്ടൽ പോലെ കാണാനുള്ളതല്ല. വീടുകൾ കേവല റെസ്റ്റോറന്റുകളെ പോലെ ഗണിക്കാനുള്ളതല്ല. വരുന്നു, ഉമ്മ ഭക്ഷണമുണ്ടോ? കഴിച്ചു, പിന്നെ ഇറങ്ങി ഓടാൻ, പിന്നെ വരുന്നു കിടന്നുറങ്ങാൻ. ഒരു ഹോട്ടൽ ബുക്ക് ചെയ്താൽ പിന്നെ അങ്ങനെയായിരിക്കും. ഒരാൾ ഒരു രാജ്യം സന്ദർശിക്കാൻ പോകുന്നു, റൂമിൽ ലഗേജൊക്കെ വെക്കുന്നു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, പുറത്തു പോകുന്നു, രാത്രി വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ എഴുന്നേറ്റ് പോയി. ഇതാണോ വീട്? അതിനാണോ ബൈത്ത് എന്ന് പറയാ? സമാധാനം കിട്ടുന്ന ഇടമാണ്, മസ്കനാണ്. സുക്കൂൻ, ഹൃദയത്തിന് സമാധാനം വരുന്ന ഇടത്തിനാണ് മസ്കൻ
മസ്കൻ എന്ന് പറയാ. ഒരു വീടിന് അറബിയിൽ പറയുന്ന പേരതാണ് മസ്കൻ. സമാധാനം കിട്ടുന്നില്ല. ആ വീട്ടിനുള്ളിൽ സമാധാനം ലഭിക്കുന്നുണ്ടോ? വീട്ടിനുള്ളിൽ അള്ളാഹു സമാധാനം നൽകുന്നുണ്ടോ? സൂറത്തുൻ നഹ്ലിൽ അള്ളാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. നിങ്ങളുടെ വീടുകളിൽ അള്ളാഹു നിങ്ങൾക്ക് സമാധാനം നൽകിയിട്ടുണ്ടല്ലോ, ആശ്വാസം നൽകിയിട്ടുണ്ടല്ലോ. അതൊരു അത്ഭുതമാണല്ലേ. എത്ര ചെറിയ വീടാണെങ്കിലും സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങിയാലേ എനിക്ക് ഉറക്കം വരൂ എന്ന് പറയുന്ന എത്ര ആളുകളുണ്ട്. എത്ര സൗകര്യം, എനിക്ക് എന്റെ വീട്ടിലെ ടോയ്ലറ്റിൽ തന്നെ പോയാലേ എനിക്ക് റാഹത്താവുള്ളൂ. അങ്ങനെ പറഞ്ഞ എത്ര ആൾക്കാരുണ്ട്. രാവിലെ വല്ല കോഴിക്കോടോ മംഗലാപുരം പോയിട്ട് തിരിച്ചു വരെ ഒരു ബാത്റൂം എനിക്ക് വസ്വാസം കൊണ്ട് കയറാൻ പറ്റൂല, എനിക്ക് എന്റെ വരിക്ക് തന്നെ എത്തണം എന്ന് പറയുന്ന എത്ര. എന്തേ? ആ വീട് സൗകര്യം ഉണ്ടായിട്ടല്ല, അവിടെ ജഅല മിൻ ബുയൂതികും സകന, നിങ്ങൾക്കൊരാശ്വാസം നിങ്ങളുടെ വീടുകളിൽ അള്ളാഹു നൽകുന്നുണ്ട്. ഇതൊരു വലിയ അനുഗ്രഹമല്ലേ? എന്റെ വീടിലേക്ക് എത്തുമ്പോ, ഞാൻ ജനിച്ച വീട്, ഞാൻ ആദ്യ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയ കാലത്ത് താമസിച്ച വീട്, എന്റെ ചെറുപ്പകാലത്തെ വീട്, ഇതെന്റെ തറവാട് എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യന് തോന്നുന്ന ഒരു അഭിമാനവും ഒരു ആശ്വാസവും, ഇതിനെയാണ് ഖുർആൻ ഇടപെടുന്നത്. അള്ളാഹു പറയാൻ, ആ ആശ്വാസം ആര് തന്നു? അള്ളാഹുവാണ്, അള്ളാഹുവാണ്. ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. എന്റെ വീടെന്ന് പറയുമ്പോ, ഞാൻ താമസിച്ച വീടെന്ന് പറയുമ്പോ അതിലൂടെ ഒരു സമാധാനം നിങ്ങൾക്ക് തന്നത് മറ്റാരുമല്ല, അല്ലാഹുവാണ്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. അതുകൊണ്ട് വീട് സക്കൻ കിട്ടുന്ന ഇടമാവണം, ആശ്വാസം കിട്ടുന്ന ഇടമാവണം. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه.